സെലക്റ്റീവായിട്ടാണ് കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. ബി ജെ പിയിലെ ഹവാല ഇടപാടുകളെ സംബന്ധിച്ച് ബി ജെ പിയിലെ പണം ഇതുപോലെ ഹവാല രീതിയിലൊക്കെ കിട്ടിയെന്ന് പറയപ്പെടുന്നതിനെ കുറിച്ച് അന്വേഷിച്ചിട്ടില്ല എന്ന് പറയുന്നത്. അങ്ങനെ ആരെങ്കിലും എന്തെങ്കിലും ഒരു പരാതി ഒരു കേസ് അവിടെ ഉണ്ടോ? എം.വി. ഗോവിന്ദ മാസ്റ്റർക്ക് സമനില തെറ്റിയിരിക്കുകയാണ്. പാർട്ടി അറബിക്കടലിലേക്ക് പോവുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹം പിച്ചും പേയും പറയുകയാണ്. ഈ കേസ് ആരും രാഷ്ട്രീയ പ്രേരിതമായി ഉണ്ടാക്കിയ കേസല്ല. SFIO കേസ് ആദായ നികുതി വകുപ്പിന്റെ അന്വേഷണത്തിൽ അവർക്ക് കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. അതിനുശേഷം കരിമണൽ കമ്പനിയും പിണറായി വിജയന്റെ മകളും അടക്കം എല്ലാവരും ആദായ നികുതി വകുപ്പിനും അതുപോലെ അപ്പീൽ കമ്മിറ്റിക്കും എല്ലാം കൊടുത്ത മൊഴികളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് ഈ കേസ് ഉയർന്നു വന്നിട്ടുള്ളത്. ഇതൊരു പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് കേസല്ല, ആരും പരാതി കൊടുത്തതല്ല, സ്വമേധയാ ഉണ്ടായ കേസാണ്. ആ കേസിൽ പണം എങ്ങോട്ട് പോയി, ഇപ്പോൾ വന്നിരിക്കുന്ന എന്തൊക്കെയാണ് തെളിവുകൾ? ഹവാല ഇടപാട് നടന്നിരിക്കുന്നു, മണി ലോണ്ടറിംഗ് ആണ് പ്രധാനമായിട്ട് നടന്നിരിക്കുന്നത്. കേരളത്തിൽ നിന്ന് ഗൾഫിലേക്ക് പണം അയച്ചിരിക്കുന്നു, ഗൾഫിൽ പല ബാങ്ക് അക്കൗണ്ടുകളിലും പണം നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു. എങ്ങനെയാണ് ഒരു തൊഴിലാളി വർഗ പാർട്ടിക്ക് ഇങ്ങനെ സാധിക്കുന്നത്? CPM പോളിറ്റ് ബ്യൂറോ മെമ്പറുടെ മകളും കുടുംബാംഗങ്ങളും എല്ലാം ഇത്ര കോടിക്കണക്കിന് രൂപ എങ്ങനെ സമ്പാദിച്ചു എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള അന്വേഷണമാണ് നടക്കുന്നത്. ആ കേസിലാണ് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി മൗനം അവലംബിക്കുന്നത്. നിങ്ങൾ അത് ചൂണ്ടിക്കാണിക്കുന്നേ ഇല്ല.